മറ്റൊരു ഗെയിം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഫുൾഹാം വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് ആണ്. ഈ ഓൺ ദ പേപ്പർ ഇതിൻ്റെ റിസൾട്ട് സർപ്രൈസിങ് ആയിരുന്നെങ്കിൽ പോലും പക്ഷേ ഗെയിം കണ്ട സ്ഥിതിക്ക് അത്ര സർപ്രൈസിങ് ഒന്നും അല്ലായിരുന്നു. കാരണം ഫുൾഹാമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ സീസണിൽ. ഫുൾഹാം നന്നായിട്ട് കളിക്കുന്ന ടീമാണ്, നല്ല പാസിങ് ഗെയിം ഉള്ള ടീമാണ്. പക്ഷേ അവർ അപ്പ് ഫ്രണ്ട്, അതായത് ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ അവരുടെ ചാൻസസ് എടുക്കാറില്ല. അവർക്ക് കിട്ടുന്ന ചാൻസ് അവർ മുതലാക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ പ്രശ്നമുള്ള ഒരു ടീമാണ് ഈ ഫുൾഹാം എന്ന് പറയുന്ന ടീം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഫസ്റ്റ് ഹാഫിൽ 2 ക്ലിയർ കട്ട് ചാൻസസ് അവർക്ക് കിട്ടുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു ഫുൾഹാം. ഇവിടെ ആദ്യത്തെ ചാൻസ് നമുക്ക് കാണാം. ഫുൾഹാം ഹൈ പ്രസ്സിലൂടെ നല്ല പ്രഷർ ഇട്ടിട്ട് ആ ബോള് ക്രിസ്റ്റൽ പാലസിൽ നിന്ന് തട്ടിയെടുക്കുന്നു. ഇതുവരെയും പെർഫെക്റ്റ്. ഇത് തന്നെയാണ് ഫുൾഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ വെരി ഗുഡ് അറ്റ് റിക്കവറിങ്, ദേ ആർ വെരി ഗുഡ് അറ്റ് ഇൻ്റർസെപ്റ്റിംഗ്, ദേ ആർ വെരി ഗുഡ് അറ്റ് ആൻറ്റിസിപ്പേറ്റിംഗ് വേർ ദ ബോൾ വിൽ കം. പക്ഷേ എന്നിട്ട് എന്താ ചെയ്തതെന്ന് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ മുനീസ് എന്ന് പറയുന്ന പ്ലെയർ അതിവിദഗ്ധമായിട്ട് ആ ബോൾ എടുക്കുന്നു, എന്നിട്ട് പെനാൽറ്റി ബോക്സിനകത്തേക്ക് ഒരു ഡ്രൈവിംഗ് റണ്ണ് നടത്തുന്നു. ലുക്ക് അറ്റ് ദാറ്റ് ഷോട്ട്. ആ ഷോട്ട് വൈഡ് അടിച്ച് കളയുന്നു. ആ ഷോട്ടിന് ഒരു കേവ് കിട്ടുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. ആ ഷോട്ട് കുറച്ചുകൂടെ വൃത്തിക്ക് എടുക്കുകയായിരുന്നെങ്കിൽ ഫുൾഹാം വുഡ് ഹാവ് ബീൻ 1-0 അപ്പ്, അതും വെരി ഏർലി ഓൺ ദ ഗെയിം. അതുപോലെ തന്നെ ഗെയിം 0-0 ആയിരുന്ന സമയത്ത് ഫുൾഹാം വേറൊരു അറ്റംപ്റ്റ്, ഒരു ഫോർവേഡിങ് റൺ നടത്തുന്നു. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വില്ലിയാൻ വരുന്നു, വില്ലിയാൻ ക്രോസ് അകത്തേക്ക് ഇടുന്നു, പെരേറയ്ക്ക് ബോൾ കിട്ടുന്നു. പെരേറ എഗെയിൻ സെയിം ലൈക്ക് മുനിയസ് കുറച്ചു മുമ്പ് അടിച്ചതിൻ്റെ കൂട്ട് ഹി ഷൂട്ട്സ് ഇറ്റ് വൈഡ്. മുനിയസിൻ്റെ കുറച്ചുകൂടെ ക്ലിയർ കട്ട് ചാൻസ് ആയിരുന്നെങ്കിൽ പെരേറയുടെ അത്ര ക്ലിയർ കട്ട് ചാൻസ് അല്ലായിരുന്നു. പക്ഷേ എന്നാലും ഹി ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ ടാർഗറ്റ്. അങ്ങനെ 2 ക്ലിയർ കട്ട് ചാൻസ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ 2 ക്ലിയർ കട്ട് ചാൻസസ് ഫുൾഹാമിന് കിട്ടുന്നു. ഫുൾഹാം ഇത് 2ഉം കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരും. ഇത് കഴിഞ്ഞതോ ഈ 2 ചാൻസസ് കഴിഞ്ഞതോടെ തന്നെ ക്രിസ്റ്റൽ പാലസ് കുറച്ചുകൂടെ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പണിപ്പാളും എന്ന് മനസ്സിലായി. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് ദേ സ്റ്റാർട്ടഡ് ടു അപ്പ് ദെയർ ഗെയിം. കുറച്ചുകൂടെ പാസസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടെ പാസസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടെ സേഫ് പാസസ് നടത്താൻ തുടങ്ങി ടു ക്രിയേറ്റ് ദാറ്റ് മൊമെൻറ്റ്. ക്രിസ്റ്റൽ പാലസിൻ്റെ അങ്ങനെ ഫസ്റ്റ് ഒരു ചാൻസ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ കിക്കിൽ നിന്നാണ്. ആ ഫ്രീ കിക്ക് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഫ്രീ കിക്ക് റൂട്ടീൻ എന്ന് തന്നെ പറയണം. ഫ്രീ കിക്ക് എടുക്കാതെ നൈസായിട്ട് പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ് പെനാൽറ്റി ബോക്സിനകത്തേക്കൊന്ന് കട്ടിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവോബി അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബോൾ ഇങ്ങനെ വോളി ആയിട്ട് ഇങ്ങനെ വന്ന് ക്രിസ്റ്റൽ പാലസ് പ്ലെയറിൻ്റെ കയ്യിലേക്ക് വരുന്നു. ക്രിസ്റ്റൽ പാലസ് പ്ലെയർ അത് ഷൂട്ട് ചെയ്യുന്നു. ആ ഷോട്ട് നേരെ വന്ന് ബാറിൽ തട്ടി മിസ്സാവുന്നു. ഇതായിരുന്നു ക്രിസ്റ്റൽ പാലസിൻ്റെ ഫസ്റ്റ് ക്ലിയർ ചാൻസ്. ഇനിയിപ്പം നമുക്ക് ക്രിസ്റ്റൽ പാലസിൻ്റെ ഫസ്റ്റ് ഗോളിലേക്ക് വരാം. മിഷേലിൻ്റെ റണ്ണ് സ്പോട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് മിഷേലിന് ഒരു അളന്ന് കുറച്ച് ഒരു ഡയാഗണൽ ബോൾ പാസ് കൊടുക്കുക. ആ പാസ് മിഷേൽ ഡയറക്റ്റ് എസേക്ക് മറിച്ചു കൊടുക്കുന്നു. എസേ അത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് കട്ടിൻ ചെയ്ത് ഔട്ട്സൈഡ് ദ പെനാൽറ്റി ബോക്സ് ഒരു ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ട് ഇഞ്ച് പെർഫെക്റ്റ് ലെനോയെ കടന്ന് ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറുന്നു. ലെനോ നല്ലൊരു ഗോൾ കീപ്പറാണ്, നല്ലൊരു ഷോട്ട് സ്റ്റോപ്പറാണ്. ആ ഗോൾ കീപ്പറിനെ മറികടന്നാണ് ഈ ഷോട്ട് പോയിരിക്കുന്നത്. ഒരു പർപ്പസ് ഉണ്ട്. ആ ബോൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എസൈക്ക് അറിയായിരുന്നു വേർ ഹി വാണ്ട്സ് ടു പുട്ട് ദാറ്റ് ബോൾ എന്ന്. വളരെ ഇഞ്ച് പെർഫെക്റ്റ്. ഈ ഒരു ഷോട്ടായിരുന്നു മിസ്സിങ് ഫ്രം ഫുൾഹാം ടീം. ഇത് ഫുൾഹാമിന് ഫസ്റ്റ് ഹാഫിൽ 3-ാമത്തെ മിനിറ്റ് മുനിയസിന് ഈ സെയിം ഷോട്ട് എടുക്കുന്നതാണ് മിസ്സായി പോയത്. ഈ സെയിം ഷോട്ട് മുനിയസ് എടുക്കുമായിരുന്നെങ്കിൽ ഫുൾഹാം വുഡ് ഹാവ് ബീൻ 1-0 അപ്പ്. അതേസമയം എസൈക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. എസൈ അത് വളരെ മനോഹരമായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഫുൾഹാമിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഫുൾഹാം പ്ലെയർ എസൈനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എസൈ ഈസ് ടു ഫാസ്റ്റ് ഫോർ ഫുൾഹാം പ്ലെയർ. അത് വളരെ ബ്രില്യൻ്റായിട്ട് വളരെ സ്കിൽഫുള്ളായിട്ട് അത് കട്ടിൻ ചെയ്യുന്നു. ആ ബോൾ കൈ കിട്ടുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് പുള്ളിക്ക് പേസും ഉണ്ട്. ആ പേസ് യൂസ് ചെയ്ത് കട്ടിൻ ചെയ്ത് ചാലഞ്ച് വരുന്നതിന് മുമ്പ് ഷൂട്ട് എടുക്കുന്നു. അതും വളരെ അളർന്നു മുറിച്ചുള്ള ഒരു ഷോട്ട്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ ക്രിസ്റ്റൽ പാലസിൻ്റെത് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ഗോളിലേക്ക് നോക്കാം. സെക്കൻഡ് ഗോളിലേക്ക് വരുമ്പോൾ എഗെയിൻ എസേ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എസേ ക്രിസ്റ്റൽ പാലസിൻ്റെ ഹാഫിൽ നിന്ന്
ഫുൾഹാം പ്ലെയറിൽ നിന്ന് ബോൾ തട്ടിയെടുത്തിട്ട് ഹി കീപ്സ് ഇറ്റ് ഇൻ പ്ലേ. അത് ഔട്ട് പോവാതെ ഹി ട്രൈസ് ടു കീപ്സ് ഇറ്റ് ഇൻ പ്ലേ. എന്നിട്ട് ഫുൾഹാം പ്ലെയർ അത് എസയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ അത് നേരെ ക്രിസ്റ്റൽ പാലസ് പ്ലെയറിലേക്ക് പോകുന്നു. എസയുടെ റണ്ണ് സ്പോട്ട് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ ആ ബോൾ മറിക്കുന്നു. എസെ അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ കട്ട് ഇൻ ചെയ്ത് നേരെ പെനാൽറ്റി ബോക്സിലേക്ക് അകത്തേക്ക് ഇടുന്നു. സാർ അഡ്വാൻസ് ചെയ്ത് വരുന്ന റണ്ണ് ആ ബോൾ ഹെഡുമായിട്ട് കണക്ട് ചെയ്ത് അത് ഗോളായിട്ട് കൺവേർട്ട് ആകുന്നു. ഇങ്ങനെയാണ് സെക്കൻഡ് ഗോൾ വരുന്നത്. വളരെ ക്വിക്ക് സക്സഷൻ, അതായത് 31ാമത്തെ മിനിറ്റിലാണ് ഫസ്റ്റ് ഗോൾ വരുന്നതെങ്കിൽ വിത്തിൻ 6-7 മിനിറ്റ്സ് സെക്കൻഡ് ഗോൾ വരുന്നത്. അങ്ങനെ അടുപ്പിച്ച് 2 ഗോൾ അടിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ്. ഫുൾഹാമിന് ഒരു മറുപടിയില്ല. ബേസിക്കലി ഫുൾഹാം എന്തൊക്കെ ചെയ്തിട്ടും ദേ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എ സ്പേസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് അങ്ങനെ 2-0 എന്ന പൊസിഷനിൽ ക്ലോസ് ആവുന്നു. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഫുൾഹാം ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ദേ ആർ ട്രൈങ് ടു പുട്ട് സം പാസസ് ടുഗെദർ. പക്ഷേ എന്നാലും എഗെയിൻ സെയിം ഓൾഡ് ഫുൾഹാമിന് ഒരു ത്രെറ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിലെ ആകെ ഒരു ക്ലിയർ കട്ട് ത്രെറ്റ് എന്ന് പറയാവുന്നത് വില്ലിയാൻ ഒരു ഷോട്ട് എടുക്കുന്നു. എഗെയിൻ അത് ക്രിസ്റ്റൽ പാലസ് ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് ഗോയിങ് ഇൻ ടു ദ ഗോൾ. എന്നാലും ഗോൾ കീപ്പർ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. അത് കോർണറിലേക്ക് കൺവേർട്ട് ആവുന്നു. ആ കോർണർ എടുക്കുമ്പോൾ ദ ബോൾ ഡ്രോപ്സ് ഇൻ ദ മിഡിൽ. ആ ബോൾ ഫുൾഹാം പ്ലെയറിന് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുപോലും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതായിരുന്നു സെക്കൻഡ് ഹാഫിൽ ആകെ കിട്ടിയ ഫുൾഹാമിൻ്റെ ഒരു ചാൻസ്. അത് കഴിഞ്ഞ് എഗെയിൻ ക്രിസ്റ്റൽ പാലസ് സ്റ്റെപ്സ് അപ്പ്. അത് കഴിഞ്ഞ് എഡി എൻകെറ്റിയ അകത്തേക്ക് വരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ആവുന്നു. എഡി എൻകെറ്റിയയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നു. ആ ഗോളിലേക്ക് നമുക്ക് നോക്കാം. വളരെ മനോഹരമായ ഒരു ഗോളാണ്, ഒരു ഇൻ്റലിജൻറ്റ് ഗോൾ എന്ന് തന്നെ പറയണം അതിനെ. കാരണം നമുക്ക് ആ ഗോളിലേക്ക് ഒന്ന് നോക്കാം. എഡി എൻകെറ്റിയയ്ക്ക് ആ ബോൾ ത്രൂ പാസ് ചെയ്യുന്നു. എല്ലാവരും വിചാരിക്കുന്നു അത് ഓഫ് സൈഡ് ആണെന്ന്. പക്ഷേ എഡി എൻകെറ്റിയ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പെനാൽറ്റി ബോക്സിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് ഒരു ഷോട്ട് എടുക്കുന്നു, അത് ഗോളാവുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പം നമ്മൾ വിചാരിക്കാം ഇതൊരു സിമ്പിൾ ഗോൾ അല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് അതൊന്നുകൂടെ ഒന്ന് നോക്കാം. എഡി എൻകെറ്റിയയുടെ ആ പൊസിഷൻ ഒന്ന് നോക്കിയേ. ഇവിടെ ഒന്ന് നോക്കിയേ. എഡി എൻകെറ്റിയ എടുക്കുന്ന ആ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്നത് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റാൻസ് ആണ്. അത് ഗോൾ കീപ്പറിനെ കബളിപ്പിക്കുകയായിരുന്നു എഡി എൻകെറ്റിയ. ആ ഒരു സ്റ്റാൻസ് എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി തന്നെയാണ്. ആ ഗോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. ഇറ്റ് ഗോസ് ത്രൂ ദ ലെഗ് ഓഫ് ദ ഗോൾ കീപ്പർ. ലെനോയുടെ 2 കാലിൻ്റെ ഇടയിൽ കൂടാണ് ആ ഗോൾ കയറുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻസ് എടുത്തപ്പം ഗോൾ കീപ്പർ കൺഫ്യൂസ്ഡ് ആയി. ഇവൻ ക്രോസ് കൊടുക്കാൻ പോവുകയാണെന്ന്. ആ ഗോൾ കീപ്പറിൻ്റെ സ്റ്റാൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടിനും റെഡിയാണ്. ഷോട്ടിനും റെഡിയാണ്, ക്രോസിനും റെഡിയാണ്. പക്ഷേ എൻകെറ്റിയ വാസ് ടു ക്വിക്ക്. എൻകെറ്റിയ ഓപ്പണപ്പായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഓപ്പണപ്പായിട്ട് ക്രോസ് ചെയ്യുന്ന പോലെ ആക്ഷൻ എടുത്തിട്ട് നേരെ ഷൂട്ട് അടിക്കുകയായിരുന്നു. പക്ഷേ അതിന് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ബോൾ ലെനോയുടെ കാലിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോയി. ഇങ്ങനെയായിരുന്നു തേർഡ് ഗോൾ. വളരെ ഇൻ്റലിജൻറ്റ് ഗോൾ ഫ്രം എഡി എൻകെറ്റിയ. എഗെയിൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എഡി എൻകെറ്റിയനെ ഓൺ സൈഡ് കളിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഫുൾഹാം പ്ലെയർ. ഇതൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഫ്രം ദ ഫുൾഹാം പ്ലെയർ. ബട്ട് അഗെയിൻ ദിസ് ഹാപ്പൻസ് ഇൻ എ ഗെയിം. ഇവിടെ എഡി എൻകെറ്റിയയുടെ ബ്രില്യൻസ് എന്ന് തന്നെ പറയണം. ഹി ഷുഡ് ഡു മോർ ഓഫ് ദിസ് ഓഫ്റ്റൺ. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഗോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ആ സ്റ്റാൻസും ആ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷൻ, ഈവൻ ദാറ്റ് ലുക്ക് ഷോസ് ദാറ്റ് എഡി എൻകെറ്റിയ ക്രോസ് ചെയ്യാൻ പോവാന്നുള്ള ഒരു കബളിപ്പിക്കൽ അവിടെ ഉണ്ട്. എന്നിട്ടാണ് ആ ഷോട്ട് ഡയറക്റ്റ് എടുക്കുന്നത്. വളരെ നല്ല ബ്രില്യൻറ്റ് ഗോൾ. അങ്ങനെ അവിടെ 75th മിനിറ്റിൽ 3-0 എന്നുള്ളൊരു സ്കോർ ലൈൻ ആവുന്നു. അതിനുശേഷം ഫുൾഹാമിന് തീരെ മറുപടി ഇല്ലാതെ തന്നെ ഇരിക്കുന്നു. ക്രിസ്റ്റൽ പാലസ് അതിമനോഹരമായിട്ട് 90th മിനിറ്റ് വരേക്കും ഗെയിം കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് ആർ ഓൾസോ ത്രൂ ടു ദ സെമി ഫൈനൽസ് ഓഫ് FA കപ്പ്. ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഞാൻ FA കപ്പിൽ നടന്ന എല്ലാ ക്വാർട്ടർ ഫൈനലിലും ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ പോയി കാണും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.